കഴിഞ്ഞ 10 കൊല്ലത്തെ കേരളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളം ക്രമേണ മുന്നോട്ട് തന്നെ നീങ്ങിയൊരു കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലായ്മകളെല്ലാം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും കുഴിച്ചെടുക്കാൻ എണ്ണയില്ല, കുഴിച്ചെടുക്കാൻ സ്വർണമില്ല, ഇതൊന്നുമില്ല. നമുക്ക് കൃഷിയിടത്തിന്റെ വിസ്തൃതി വളരെയേറെ വർദ്ധിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്നിട്ടും കേരളം പക്ഷേ പട്ടിണി കിടക്കാത്തൊരു നാടായിട്ട് വന്നു. ഏത് ജനങ്ങൾക്കും കയറിക്കിടക്കാൻ ഇടമുള്ളൊരു നാട്, വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് തീരുമാനിച്ചൊരു നാടാണ് ഈ കേരളം. അത് നിസ്സാരമായ സംഗതിയല്ല. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഏത് സംസ്ഥാനത്ത് നോക്കിയാലും നമ്മൾ കാണും. കാലത്ത് മുതൽ വൈകുന്നേരം വരെ റോഡിൽ പലവിധ ജോലിക്കുമായിട്ട് പോകുന്ന കൊച്ചു കുട്ടികളെ കാണാം. കേരളത്തിൽ കാണാൻ പറ്റില്ല. കേരളത്തിൽ കുട്ടികളെ കാണുന്നത് സ്കൂളുകളിൽ വണ്ടി കയറി സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെയാണ്. കുട്ടികളൊക്കെ പഠിക്കുന്നു. അത് വിദ്യാഭ്യാസത്തിന്റെ നിലവാര ക്രമേണ കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കേരളമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്.